ചില ബിസിനസ്സുകൾ ഹോൾസെയിൽ റേറ്റ് ഉണ്ടാകും, റീറ്റെയിൽ പ്രൈസ് ഉണ്ടാകും അല്ലേ? അപ്പോൾ പിന്നെ ചില കടകളൊക്കെ ഹോൾസെയിൽ റേറ്റിലാണ് സാധനം വിൽക്കുന്നതെന്ന് പറയാം. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതാണെങ്കിൽ ഹോൾസെയിൽ പ്രൈസ് വേറെ ആയിരിക്കും, ഒരു പ്രൊഡക്റ്റിൻ്റെ റീറ്റെയിൽ പ്രൈസ് വേറെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പ്രൈസ് ലെവൽ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് കൊടുക്കണം. F11 പ്രസ് ചെയ്യാം, F2 പ്രസ് ചെയ്യാം. അതിനകത്തുണ്ടാകും യൂസ് മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, എസ് ആക്കി കൊടുക്കുക. ഒന്നിൽ കൂടുതൽ പ്രൈസ് ഒരു ബിസിനസ്സിൽ ഒരു പ്രൊഡക്റ്റിന് വരുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് എന്ത്, യൂസ് മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽസ്. അപ്പോൾ നമ്മുടെ പ്രൈസ് ലെവൽ ഏതൊക്കെയാണെന്ന് കൊടുക്കുക. ഇവിടെ ഡീലർ പ്രൈസ് വന്നിട്ടുണ്ട്, റീറ്റെയിൽ പ്രൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം റീറ്റെയിൽ പ്രൈസ്, അതുപോലെ ഹോൾസെയിൽ പ്രൈസ് അല്ലെങ്കിൽ ഡീലർ പ്രൈസ്, രണ്ട് പ്രൈസ് സെറ്റ് ചെയ്തു. നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം, വേറെ ഒന്നും ചെയ്യാല്ല. അത് എസ് ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു വിൻഡോയിൽ വരും, ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. ഇനി നമ്മൾ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇൻവെൻ്ററി ഇൻഫോയിൽ വരിക, സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ്, LG ഫ്ലാറ്റ് TV, യൂണിറ്റ് ആർട്ടിഫിഷ്യൽ നോസ്, ഞാൻ പ്രൊഡക്റ്റുകൾ ടൈപ്പ് ചെയ്തു. ഇനി ഇവിടെ വരിക ഇൻവെൻ്ററി ഇൻഫോ തന്നെ പ്രൈസ് ലിസ്റ്റ് എന്ന്. ഇൻവെൻ്ററി ഇൻഫോൻ്റെ പ്രൈസ് ലിസ്റ്റ് അത് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക, ഓൾ ഐറ്റം കൊടുക്കുക. ഇവിടെ ഏത് പ്രൈസാണ് ആദ്യം സെറ്റ് ചെയ്യുന്നത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഡീലർ പ്രൈസ് സെലക്ട് ചെയ്യാം, പ്രൊഡക്റ്റുകളുടെ പേര് കൊടുക്കുക, LG ഫ്ലാറ്റ് TV, അതിൻ്റെ പ്രൈസ് റേറ്റ് എന്നുള്ളതുകൊണ്ട് പ്രൈസ് കൊടുക്കുക 15,000 രൂപ. ഇത് ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് വിൽക്കുമ്പോൾ 15,000 രൂപക്കാണ് ഈ സാധനം വിൽക്കുന്നത്. ട്രാൻസ്ഫർ അല്ല, വിൽക്കുക. സാധനം വിൽക്കുന്നത് 4,000 രൂപക്ക് വിൽക്കും. നോക്കിയ മൊബൈൽ 16,500 LG 3,200 വിൽക്കും. അടുത്ത പ്രൈസ് റീറ്റെയിൽ പ്രൈസ്. ഒരു സാധാരണക്കാരൻ ചെന്ന് വാങ്ങുകയാണെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്കാണ് ആദ്യം കൊടുത്തത്. ഇത് സാധാരണക്കാരായ വ്യക്തികൾ ചെന്ന് വാങ്ങുക, ഒരു കച്ചവടക്കാരില്ല, ചെറുകിട കച്ചവടക്കാർ, ഇവരൊക്കെ ചെന്ന് വാങ്ങുകയാണെങ്കിൽ ഈ സെയിം സാധനം 15,500 കൊടുക്കുന്നത്. ഒന്നിൻ്റെ DVD പ്ലെയറും 5,200 നോക്കിയ മൊബൈൽ 18,000 രൂപക്കാണ് കൊടുക്കുന്നത്.
LG എന്ന് പറയുന്നത് 370 അപ്പം മറ്റേത് ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് ഒരു ബിസിനസ്സിൽ നിന്ന് മറ്റൊരു ബിസിനസ്സിലേക്ക് വിൽക്കുമ്പം ആദ്യം കൊടുത്ത പ്രൈസും ഇത് രണ്ടാമത് കൊടുക്കുന്നത് ചെയ്യാനുള്ളതാണ് ഈ രണ്ട് പറഞ്ഞ കാര്യം. ഇത് ആക്സെപ്റ്റ് ചെയ്യും. ആദ്യം പ്രൈസ് ലെവൽ ആക്റ്റീവാക്കി